സ്വകാര്യ സർവകലാശാല ബില്ലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലും നിയമസഭയിൽ. ഗവർണറുടെ പരിശോധന പൂർത്തിയാകാത്തതിനാൽ സർവകലാശാല നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, എന്തുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്? രണ്ട് സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളാണ് ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ചിരുന്നത്. ഇതിനൊപ്പം തന്നെ സ്വകാര്യ സർവകലാശാല ബില്ലും അയച്ചിരുന്നു. അതിൽ ഈ ഇംഗ്ലീഷ് പതിപ്പ് ഒരു സർവകലാശാല നിയമ ഭേദഗതി ബില്ല് അത് അതിൻ്റെ പാർട്ട് രണ്ടാം ഭാഗം അതാണ് ഗവർണറുടെ പരിഗണനയുള്ളത്. ഗവർണർ അത് പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ലെന്നാണ് രാജ്ഭവനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആ ഭേദഗതി ബില്ലും അവതരിപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഒടുവിൽ ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചു. ഒപ്പം തന്നെ സർവകലാശാല നിയമ ഭേദഗതിയും ഒരെണ്ണം അവതരിപ്പിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അത് ഗവർണറുടെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ്, അത് ഗവർണർ അംഗീകരിച്ച് അവതരിപ്പിക്കുന്നതിന് അനുമതി കിട്ടാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ അത് അവതരിപ്പിക്കാത്തത്. അത് 3 സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനം ഇടത് സർക്കാരിൻ്റെ നയവ്യതിയാനത്തിൻ്റെ സൂചികയായി മാറുന്ന സ്വകാര്യ സർവകലാശാല ബില്ല് ഇന്നിപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ശേഷമാണ് വിശദമായ ചർച്ചകളിലേക്ക് പോവുക. ആദ്യം പ്രതിപക്ഷത്ത് നിന്ന് ക്രമപ്രശ്നങ്ങളുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം നിയമപരമായും ഭരണപരമായും ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത് മാറ്റിയെന്നാണ് പ്രശാന്ത് കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുന്നത്.